ഇന്നലത്തെ റയൽ മാഡ്രിഡിന്റെ കളി അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറയുമെങ്കിൽ കാരണം എന്താ വെച്ചാൽ അതിൽ ഡിഫൻസ് ഗോൾ കീപ്പർ തൊട്ട് അറ്റാക്കിങ് വരെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ റോളർ സെൻസിന്റെ മിലിറ്റാവിന്റെ 2 അടിപൊളി ടാക്കിള്, അതുപോലെ തന്നെ കുർട്ടോസിന്റെ സൂപ്പർ സേവാള്, പിന്നെ ആർദ ഗോളർ ആണ് MVP പറ്റി പറയേണ്ട ആവശ്യമില്ല. ചെറുക്കൻ മാരക കളിയായിരുന്നു. ജൂഡിയസ് ബാക്ക്, അതായത് കുറേ കാലമായി ചെറുക്കൻ ചാമ്പ്യൻസ് ലീഗ് ഗോളടിച്ചിട്ട് അങ്ങനെ അതിനകത്ത് അന്ത്യം കുറച്ച് വീണ്ടും ഗോളടിച്ചു. പിന്നെ എംബാപ്പന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ചില പ്രശ്നം തോന്നുന്നത് എന്താ വെച്ചാൽ എംബാപ്പ പലപ്പോഴും ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഓൺ ടാർഗറ്റ് ആവുന്നുണ്ട്, പക്ഷെ അത് പലപ്പോഴും ഗോൾ കീപ്പറിന്റെ നിയർ ബൈ ആകുന്നുണ്ട്. അതൊരു മിസ്റ്റേക്കാണ്. കാരണം എന്താ വെച്ചാൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഒരു ഗോൾ എടുക്കാൻ എംബാപ്പയെ കൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ വിനീഷ്യസിന്റെ ആ ഗോള് ചെറുക്കൻ്റെ ക്വാളിറ്റി കാണിക്കുന്ന ഒന്നാണ്. പിന്നെ ബ്രാഹിം ഡേസിന് കുറേ കാലത്തിന് വെച്ചാണ് ചെറുക്കൻ ഫസ്റ്റ് ഇലവനിൽ ഇത് കിട്ടുന്നത്. അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്ഥിരം വാൽവർദെ അതുപോലെ തന്നെ ജർമ്മനി. പിന്നെ ആ കളിയിലാ തോന്നിയ വേറെ കാര്യം എന്താ വെച്ചാൽ യുവന്റസിന്റെ ബാക്ക് സൂപ്പറാണ്. ഓരോ കോച്ച് എന്തോ പറയുന്നത് ഈ കളി എന്താണെന്ന് റയലിന്റെ അവിടുന്ന് 3 പോയിന്റ് ഒക്കെ എടുത്തിട്ടുള്ള പോവുക, സമനിലയായ പോലും തോൽവിയാണ് ഞങ്ങൾക്ക്. ആ രീതിയിലാണ് ആ കളിനെ കാണുന്നത്. അപ്പം എന്താ ഒന്നും പറയല്ല, തോറ്റു, യുവന്റസ് തോറ്റു. ഇന്നിപ്പോൾ അവിടെ പോവുക, മൂലക്ക് പോയിരുന്ന് കരയുക, അത്രക്കുള്ള ചെയ്യാൻ ആദ്യം മുണ്ടായിരിക്കണം. അപ്പോൾ ഇനി അടുത്ത ഏതായാലും എൽ ക്ലാസിക്കോ ആണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിലെ എല്ലാ കണക്കും തീർക്കുമെന്നറിയില്ല, ബട്ട് ഒരു ഗുഡ് എൽ ക്ലാസിക്കോ പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത എൽ ക്ലാസിക്കോ, ഈ വരുന്ന എൽ ക്ലാസിക്കോയുടെ സ്കോർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ സ്കോറും ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യാം.